ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീഫ് മക്രോണിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ അടുപ്പിൽ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിന് കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ മക്രോണി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ വെള്ളം വെക്കുമ്പോൾ അത്യാവശ്യം വെക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം മക്രോണി എടുക്കുന്നുണ്ടോ അതിൻ്റെ ഡബിളായിട്ട് തന്നെ വെള്ളം വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പച്ചമുളക് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ ചതച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനൊരു ഈ ടൈപ്പ് മക്രോണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പല ടൈപ്പിൽ മക്രോണി അല്ലെങ്കിൽ പാസ്ത അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഏതും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മക്രോണി അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ആ തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കണം കേട്ടോ. തീ കൂട്ടി തന്നെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇതായിപ്പോവും. അപ്പോൾ നമ്മൾ മക്രോണിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റണം കേട്ടോ. സവാള വഴറ്റുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴറ്റുക. വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളി, പിന്നെ അതിലേക്ക് മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല, കുരുമുളക് പൊടി, പിന്നെ അതിൻ്റെ കൂടെ ചെറുതായി നുറുക്കി വെച്ച ബീഫും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ വേവിച്ചെടുത്ത ബീഫിൻ്റെ മസാലയാണിത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ബീഫ് മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് മാത്രം ഇട്ട് വേവിച്ചാൽ അത് അടിയിൽ പിടിക്കും. കാരണം ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ കീമ ടൈപ്പിലാണ് ബീഫ് മക്രോണിക്ക് വേണ്ടി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത്. സാധാരണ നമ്മൾ ബീഫിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ടൈപ്പിൽ ചെറിയ കുനുകുനാ കഷ്ണങ്ങളായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തത് കേട്ടോ. ഈ ഒരു അരമണിക്കൂർ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിക്കണം. വെള്ളം ഒഴിക്കാതെ വേവിച്ചാൽ അടി പിടിക്കും. ഇങ്ങനെ വേവിച്ച് വെച്ച ബീഫിലേക്കാണ് നമ്മൾ മക്രോണി ചേർത്തിട്ടുള്ളത്. അപ്പോൾ മക്രോണി ചേർത്തിട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും ആഡ് ചെയ്യാം. അപ്പോൾ മല്ലിയില എൻ്റെ കയ്യിൽ തീർന്നു പോയതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള മലേഷ്യൻ മല്ലിച്ചപ്പ് എന്ന് പറയുന്ന ആ ഒരു മല്ലിയിലയാണ് കുനുകുനായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ബീഫ് മക്രോണി അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. ബീഫ് മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മുടെ മക്രോണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.